അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായം 43-ാമത്തെ ശ്ലോകം മുതൽ 53 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് പരമേശ്വരിയായ ആ ജഗജ്ജനനിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. വിവാദോത്ര സുസമ്പന്നോ നൃപയോസ്തത്ര ലുബ്ധയോ ക സന്ദേഹമപാകർത്തും ക്ഷമ സ്യാദതി സങ്കടേ. യുധാജിൽ മന്ത്രിണ പ്രാഹ യൂയം സ്വാർത്ഥപരാ കില. സുദർശനം നൃപം കൃത്വാ ധനം ഭോക്തും കിലേച്ഛത. യുഷ്മാകം തു വിചാരോയം മയാ ജ്ഞാതസ്തഥേങ്കിതൈഃ. ശത്രുജിൽ സബലസ്തസ്മാൽ സമ്മതോ വോ നൃപാസനേ. മയി ജീവതി കക്കുര്യാൽ കനീയാം സംനൃപം കില. ത്യക്ത്വാ ജ്യേഷ്ഠം ഗുണാർഹം ച സേനയാ ച സമന്വിതം. നൂനം യുദ്ധം കരിഷ്യാമി തസ്മിൻ ഖഡ്ഗസ്യ മേദിനി. ധാരയാ ച ദ്വിധാ ഭൂയാത് യുഷ്മാകം തത്ര കാ കഥാ. വീരസേനസ്തു തച്ഛ്രുത്വാ യുധാജിതമഭാഷത. ബാലൗ ദ്വൗ സദൃശപ്രജ്ഞൗ
കോ ഭേദോത്ര വിചക്ഷണ ഏവം വിവദമാനൗ തൗ സംസ്ഥിതൗ നൃപതി തദാ പ്രജാശ്ച ഋഷയശ്ചൈവ ബഭൂവുർവ്യഗ്രമാനസാം സമാജഗ്മുശ്ച സാമന്താം സസൈന്യാ ക്ലേശതൽപരാ വിഗ്രഹം ചാഭികാംക്ഷന്ത പരസ്പരമതന്ത്രിത നിഷാദാഹ്യായയുസ്തത്ര ശൃംഗവേരപുരാശ്രയാ രാജദ്രവ്യമപാഹർത്തും മൃതം ശ്രുത്വാ മഹീപതിം പുത്രൗ ച ബാലകൗ ശ്രുത്വാ വിഗ്രഹം ച പരസ്പരം ചൗരാസ്തത്ര സമാജഗ്മുർ ദേശദേശാന്തരാദപി സമ്മർദ്ദസ്തത്ര സഞ്ജാത കലഹേ സമുപസ്ഥിതേ യുധാജിൽവീരസേനശ്ച യുദ്ധകാമൗ ബഭൂവതു. ശ്രീജഗദംബികായേ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ തൃതീയസ്കന്ധേ ചതുർദശോऽധ്യായ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയസ്കന്ധം 14-ാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ ശ്ലോകം മുതൽ 53 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇന്ന് ഭാഷാഗാനമായി മലയാള തർജ്ജമ എന്ന രീതിയിൽ പാടി സമർപ്പിക്കുന്നു. ഇതോടുകൂടി ഈ അധ്യായം 14-ാമത്തെ അധ്യായം സമാപിക്കുകയാണ്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജ്യലോഭികളാമവർ രണ്ടുപേരും തർക്കത്തിലായി. അവരുടെ തർക്കം തീർക്കാൻ ആർക്കു കഴിയും? യുധാജിത്തു മന്ത്രിമാരോടായി ചൊല്ലി നിങ്ങളെല്ലാം സുദർശനൻ രാജാവാകാൻ മോഹിച്ചിടുന്നു. സുദർശനൻ തൻ്റെ കയ്യിൽ നിന്നും പണം മോഹിക്കുന്നു. സുദർശനനേക്കാൾ ശ്രേഷ്ഠൻ ശത്രുജിത്തു താൻ. അധികം ബലവാനവൻ, അതിനാൽ തീർച്ചയായും അരചനായി തീരാനവൻ തന്നെ യോഗ്യനും. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഗുണങ്ങളാൽ ജ്യേഷ്ഠനായ സൈന്യബലം ഉള്ളവനാം ശത്രുജിത്തിനെയുപേക്ഷിക്കാനാകുമോ ഹേ? ഞാൻ ജീവിച്ചിരിക്കും നേരം ഇവനെയുപേക്ഷിച്ചിട്ട് സുദർശനനെ എങ്ങനെ രാജാവാക്കിയിടും? ഇതിനായി ഞാൻ യുദ്ധം ചെയ്യും. വാളിന്റെ തല കൊണ്ടു ഞാൻ ഭൂമിയെ രണ്ടായി പിളർത്തും, നിങ്ങളെ കൊല്ലും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ
ഭഗവതി അമ്മേ ശരണം. വീരസേനനപ്പോളോതി യുധാജിത്തയങ്ങു മഹാൻ, രണ്ടുപേരും തുല്യ ബുദ്ധി എവിടെ ഭേദം. രണ്ടുപേരും ഈ വിധത്തിൽ വാഗ്വാദം ചെയ്ത താം നേരം, പ്രജകളും ഋഷിമാരും ആധിയിൽപ്പെട്ടു. ആ സമയം സാമന്തന്മാർ വന്നു ചേർന്നു. അവരെല്ലാം അത്യധികം ഉത്സാഹികൾ, യുദ്ധമോഹികൾ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. രാജാവു മരിച്ചു പോയി, രാജധനം ഹരിക്കാനായി ശൃംഗവേരപുരത്തു നിന്നെത്തി കാട്ടാളർ. രാജാവു മരിച്ചു, മക്കൾ കുട്ടികളും യുദ്ധം നൂനം എന്നറിഞ്ഞു കള്ളന്മാരും അവിടെയെത്തി. തർക്കം നടക്കുന്ന നേരം യുദ്ധമുണ്ടാകുമെന്നതും ഉറപ്പായി ഇരുവരും സജ്ജരുമായി. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 14-ാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും. അമ്മയുടെ ആ സ്മരണാഗീതിക, ആ ശ്ലോകം ചൊല്ലി നമുക്ക് ആരംഭിക്കാം. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം, ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ അവിടെ വീരസേനൻ എന്ന ആ കലിംഗാധിപതിയും അതേപോലെ തന്നെ ഉജ്ജയിനീപതിയായിരിക്കുന്ന യുധാജിത്തും എത്തിച്ചേർന്നു. അവർ യഥാക്രമം മരിച്ചുപോയ ധ്രുവസന്ധി രാജാവിൻ്റെ മക്കളായ മനോരമയുടെയും ലീലാവതിയുടെയും പിതാക്കന്മാരാണ്.
രണ്ടുപേരും അവരവരുടെ മക്കളുടെ മകനെ, അവരുടെ മകളുടെ മകനെ രാജാവാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി, ദൗഹിത്രരെ രാജാവാക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് രണ്ടുപേരും വന്നേക്കണത്. യുധാജിത്ത് എന്നിട്ട് ആ വീരസേനനുമായിട്ട് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആരാണ് ജ്യേഷ്ഠൻ എന്നുള്ളത്. അപ്പം രാജ്യലോഭികളായിരിക്കുന്ന ആ രണ്ട് രാജാക്കന്മാരുടെയും തർക്കം ഇത്തരത്തിൽ അതിഗംഭീരമായിട്ട് നടക്കുമ്പോൾ വിവാദോത്ര സുസമ്പന്നോ നിർഭയോസ്തത്ര ലുബ്ധയോഹോ, ലുബ്ധന്മാര് ലോഭികളായിരിക്കുന്ന രണ്ടുപേരുടെയും തർക്കം ഇങ്ങനെ നടക്കുമ്പോൾ കസന്ദേഹമപാകർത്തും, എങ്ങനെ അവരുടെ സംശയം ഇല്ലാതെയാക്കാൻ സാധിക്കും എന്ന് ആർക്കാ സാധിക്കുക അല്ലേ? ക്ഷമസ്യാദ് അതിസങ്കടേ, അവരുടെ സംശയം തീർക്കാൻ ആർക്ക് സാധിക്കും എന്ന് വിചാരിക്കുകയാണ് ഇവിടെ. അതേപോലെ തന്നെ അപ്പം രണ്ടുപേരും, ഒരാള് ജന്മം കൊണ്ട് ജ്യേഷ്ഠനാണെന്ന് പറയുമ്പോൾ മറ്റേ ആൾ പറയുന്നു ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ജ്യേഷ്ഠനാവേണ്ടത്, അതുകൊണ്ട് ശക്തൻ ശത്രുജിത്താണ്. അല്ലാതെ യുധാജിത്ത് പറയുകയാണ് വീരസേന അങ്ങയുടെ ദൗഹിത്രനായിരിക്കുന്ന സുദർശനനല്ല. യുധാജിൻ മന്ത്രിണപ്രാഹ യൂയം സ്വാർത്ഥപരാകില. യുധാജിത്ത് അവിടെയുള്ള മന്ത്രിമാരോട് പറഞ്ഞു, നിങ്ങൾ വലിയ സ്വാർത്ഥരാണ്, സ്വാർത്ഥം നേടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ സുദർശനനെ രാജാവാക്കണത്. സുദർശനം നൃപം കൃത്വ, സുദർശനെ രാജാവാക്കിയിട്ട് ധനം ഭോക്തും കിലേക്ഷത, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ധനം പിടുങ്ങാൻ വേണ്ടിയിട്ട്, ധനം അപഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴിവുകെട്ടവനായിരിക്കുന്ന സുദർശനനെ രാജാവാക്കണമെന്ന് നിങ്ങൾ പറയണത്. യുഷ്മാകം തു വിചാരോയം മയാ ജ്ഞാതസ്തഥേങ്കിതൈ, നിങ്ങളുടെ വിചാരം അതാണ് എന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശത്രുജിത്ത് സബലസ്തസ്മാൽ സമ്മതോവോ നൃപാസന, ശത്രുജിത്ത് ബലവാനാണ് സുദർശനനേക്കാൾ, അതുകൊണ്ട് അവൻ രാജസിംഹാസനത്തിൽ ഇരിക്കാൻ നിങ്ങൾ സമ്മതിക്കണം. മൈ ജീവതി കക്കുര്യാൽ, ഞാൻ ജീവിച്ചിരിക്കെ ആർക്കാണ് കനീയാംസം നൃപം കില, ആ ഗുണങ്ങൾ കൊണ്ട് ജ്യേഷ്ഠനും സൈന്യബലമുള്ളവനുമായ ശത്രുജിത്തിനെ ഉപേക്ഷിച്ചിട്ട് തെക്വാ ജ്യേഷ്ഠം ഗുണാർഹം ച സേനയാച സമന്വിതം, ആ ഇളയവനായ സുദർശനനെ രാജാവാക്കാൻ ആർക്ക് സാധിക്കും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ. നൂനം യുദ്ധം കരിഷ്യാമി, ഞാൻ തീർച്ചയായും യുദ്ധം ചെയ്യും ഇക്കാര്യത്തിൽ. തസ്മിൻ ഖഡ്ഗസ്യ മേദിനി ധാരയാ ച ദ്വിധാ ഭൂയാൽ യുഷ്മാകം തത്ര കാ കഥ, ആ യുദ്ധത്തിൽ എൻ്റെ ഈ വാളിൻ്റെ തല കൊണ്ട്, വായ്ത്തല കൊണ്ട് ഭൂമിയെ ഞാൻ രണ്ടായിട്ട് പിളർക്കും. അപ്പോൾ ഭൂമിയെ പിളർക്കുന്ന എൻ്റെ ശക്തി പിന്നെ നിങ്ങളുടെ കഥ എന്താവെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ എന്നാണ്. വീരസേനസ്തു തച്ഛുത്വാ യുധാജിതമഭാഷിത, വീരസേനൻ അത് കേട്ട് യുധാജിത്തിനോട് പറഞ്ഞു, ബാലൗദ്വോ സദൃശപ്രജ്ഞോ കോഭേദോത്ര വിചക്ഷണ, അങ്ങ് ബുദ്ധിമാനാണ്, വിചക്ഷണനാണ് യുധാജിത്തെ, അങ്ങ് ആലോചിക്കൂ, രണ്ട് രാജകുമാരന്മാരും തുല്യബുദ്ധികളാണ്, സദൃശപ്രജ്ഞവും കോഭേദോത്ര വിചക്ഷണ, അതുകൊണ്ട് അവർ തമ്മിൽ എന്തു ഭേദമാണുള്ളത് ഹേ വിചക്ഷണ, ബുദ്ധിമാനായിരിക്കുന്ന യുധാജിത്തെ അങ്ങ് പറയൂ. ഏവം വിവദമാനോ തൗ സംസ്ഥിതൗ നൃപതി തദാ പ്രജാശ്ച ഋഷയശ്ചൈവ ബഭൂർവ്യഗ്രമാനസാഹ, ഇങ്ങനെ രണ്ട് രാജാക്കന്മാരും തമ്മിൽ വാഗ്വാദം തുടർന്നപ്പോൾ പ്രജകളും ഋഷികളും ഒക്കെ അവര് ആധിയിൽ അവശരായിട്ട് തീർന്നു എന്നാണ്. കാരണം എന്താ? ബഭൂർവ്യഗ്രമാനസ, എന്തു ചെയ്യണമെന്നറിയാതെ അതുകൊണ്ടുണ്ടായ ഒരു ആധി, ഏതു ഭാഗത്ത് നിൽക്കണം, ആരുടെ ഭാഗത്ത് നിൽക്കണം, ഇവരിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നൊക്കെ ജനങ്ങളും മന്ത്രിമാരും ഋഷികളും ഒക്കെ സംശയിച്ച് നിൽക്കണു. ഈ സമയത്തോ സമാജഗ്മുശ്ച സാമന്ത, സാമന്തന്മാര്, സാമന്ത രാജാക്കന്മാര്, ഈ രണ്ട് രാജാക്കന്മാരുടെയും കീഴിലുള്ള സാമന്ത രാജാക്കന്മാര് സസൈന്യ ക്ലേശ തൽപര, അവര് വന്നു ചേർന്നു. എങ്ങനെ? സൈന്യത്തോടുകൂടി വന്നു എന്നാണ്. വിഗ്രഹം ചാഭികാംക്ഷന്ത പരസ്പരമതന്ത്രിത, അവര് ക്ലേശതൽപരന്മാര്, സാഹസപ്രിയരാണ്, യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്.
ഉത്സാഹശാലികളുമാണ്. പരസ്പരമതന്ത്രിത, യുദ്ധം ചെയ്യാനിങ്ങനെ മോഹിച്ചു നിൽക്കുന്ന, നമ്മൾ പറയാറില്ലേ, അതിനുവേണ്ടി ഇങ്ങനെ തിടുക്കപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. നിഷാദ ഹ്യായയുസ്തത്ര ശൃംഗവേരപുരാശ്രയാഹ. ശൃംഗവേരപുരം എന്ന ആ കാട്ടില് താമസിക്കുന്ന നിഷാദന്മാര്, കാട്ടാളന്മാര്, അവരും വന്നു. രാജദ്രവ്യം അപാഹർത്തും മൃതം ശ്രുത്വാ മഹീപതി. രാജാവ് മരിച്ചു എന്ന് കേട്ടിട്ടാണ് ആ രാജാവിൻ്റെ ധനം അപഹരിക്കാൻ വേണ്ടി ശൃംഗവേരപുരത്ത് നിന്ന് കാട്ടാളന്മാരും എത്തിച്ചേർന്നു. പിന്നെ ആര് വന്നു? പുത്രൗചൗ ബാലകൗ ശ്രുത്വ. കുട്ടികൾ രണ്ടുപേരും ആ രാജകുമാരന്മാര് കുട്ടികളാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ബാലന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട്, വിഗ്രഹം ച പരസ്പരം, അവിടെ തമ്മിൽ യുദ്ധമുണ്ടായേക്കും എന്ന് കേട്ടിട്ട്, ചൗരാസ്തത്ര സമാജഗ്മുർ ദേശദേശാന്തരാദപി, പല ദിക്കുകളിൽ നിന്ന്, ദേശദേശാന്തരങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് എന്തെങ്കിലും തട്ടിയെടുക്കാമെന്ന് കരുതി കള്ളന്മാരും അവിടേക്ക് എത്തിച്ചേർന്നു. സമ്മർദ്ദസ്തത്ര സഞ്ജാത കലഹേ സമുപസ്ഥിതേ യുധാജിദ്വീരസേനശ്ച യുദ്ധകാമൗ ബഭൂവതു. ഇങ്ങനെ തർക്കം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ, യുദ്ധം ഉടനെ പൊട്ടിപ്പുറപ്പെടും. അടുത്ത നിമിഷം. കാരണം എന്താ? വാഗ്വാദം ഇങ്ങനെ മൂർച്ഛിച്ചു വരികയാണ്. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല. രണ്ടുപേരും അവരവരുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കണു. തങ്ങളുടെ അഭിപ്രായമാണ് ശരി എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ യുദ്ധം ആരംഭിക്കും എന്നുള്ള മട്ടായി. യുധാജിത് വീരസേനശ്ച, യുധാജിത്തും അതേപോലെ തന്നെ ആ വീരസേനനും, കലിംഗാധിപതിയായിരിക്കുന്ന വീരസേനനും യുദ്ധകാമോ ബഭൂവതു, യുദ്ധത്തിന് തയ്യാറായി ഇറങ്ങുകയും ചെയ്തു എന്ന് പറയുന്ന 53-ാമത്തെ ശ്ലോകത്തോടുകൂടി തൃതീയസ്കന്ധം 14-ാമത്തെ അധ്യായം സമർപ്പിക്കപ്പെടുന്നു. നമ്മളും ഇന്ന് ഈ 237-ാമത്തെ ദിവസത്തെ ദേവ്യുപാസനയും അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.